ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ദിവാലി സ്വീറ്റ് ആയിട്ടാണ്. നല്ല കോക്കനട്ടും ചോക്ലേറ്റും കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയെടുക്കാനുണ്ട്. അതെടുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. അതായത് ഉള്ള തരയിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് ചെറുതാക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തിരുവി വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് രണ്ട് തവണ ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതിയാവും. ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇത്രയും പൊടിയാവണത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. പാൻ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. സോട്ട് എടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ നന്നായിട്ട് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നന്നായിട്ട് പൊടിയായിട്ട് കിട്ടണുണ്ട്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടണതിനെയാണ് നമ്മൾ പറയണത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട്. ഇതാണ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ. ഇതാണ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുന്ന സമയത്താണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യേണ്ടത് ഷുഗർ. നമ്മളെ മധുരത്തിനനുസരിച്ച് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ നമ്മളിവിടെ ചേർക്കണുണ്ട്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഷുഗറും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാനില എസൻസ്, അത് ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും. അത് കട്ടയായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 4 ടേബിൾ സ്പൂൺ വാട്ടറിൽ ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ്. ആ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ചായിട്ട് വേണം ആദ്യം ആഡ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അതെല്ലാം കൂടി പെട്ടെന്ന് തീ കയറുന്ന സമയത്ത് അത് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എല്ലാ ഭാഗത്തും ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചേർക്കുകയും വേണം, ഒപ്പം അത് ഇളക്കുകയും വേണം. അങ്ങനെ ഗ്രാജുവലി എല്ലാം കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കുന്നത് വരെ. ഒരുപാട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, കാരണം നമുക്കിതൊന്ന് ബോളാക്കേണ്ടതുണ്ട്. അപ്പോൾ ചൂടോടെ ബോളാക്കിയാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ കൈക്ക് പറ്റുന്ന രീതിയിൽ ഉള്ള ചൂട് ആവുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ എല്ലാം ബോൾസാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ ബോള് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാനുണ്ട്, ഒന്നും കൂടി ഒന്ന് സെറ്റാകാനായിട്ട്. അതിനുശേഷം നമുക്ക് അടുത്ത ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബോൾസിൽ ഒരു കോട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു 200 ഗ്രാമോളം ചോക്ലേറ്റ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യണത്. ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഇതുപോലുള്ള വൈറ്റ് ചോക്ലേറ്റ് ഒന്നും ഫ്ലെയിമിൽ കാണിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഡബിൾ ബോയിലിംഗ് ആണ്. ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു പാത്രം വെച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് വൈറ്റ് ആയാലും ഡാർക്ക് ചോക്ലേറ്റ് ആയാലും അതിൽ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. വെക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ആ നീരാവിയുടെ ചൂട് പാത്രത്തിൻ്റെ അടിയിൽ തട്ടിയിട്ട് ഇതുപോലെ അത് മെൽറ്റ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിനെയാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കോക്കനട്ട് ബോൾസ് ഓരോന്നും നമുക്ക് ഈ ചോക്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് ഡിപ്പ് ചെയ്തെടുക്കാനുണ്ട്. നന്നായിട്ട് ഫുൾ എല്ലാ ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്കതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ ബോൾസും ഇതുപോലെ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ ചോക്ലേറ്റും നമ്മൾ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ.
അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ബോൾസ് റെഡിയാണ്. ചോക്ലേറ്റ് കോക്കനട്ട് ബോൾസ് റെഡിയാണ്. അപ്പോൾ ഈ ഒരു ദിവാലി സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കോക്കനട്ടും ചോക്ലേറ്റും. ട്രൈ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ബൈ.